അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് നിങ്ങൾ നന്നാകണമെന്ന് പറയാനേ കഴിയൂ, പണ്ഡിത ചർച്ചയാണ് നടക്കുന്നത്, ഇപ്പൊ മനസ്സിലായി. അതാണ് ബുദ്ധിയുള്ള ആൾക്കാർ പറയാം. അപ്പോൾ ആദർശപരമായ വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തണം. സംസം വെള്ളത്തിന് രോഗശമനം എന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ലൈഫാകുന്നു. അബ്ദുസലാം സുല്ലമി സ്വഹീഹാൻ തെളിയിച്ചു കൊടുക്കാൻ സലഫികൾ റെഡിയാണ്. അപ്പൊ തീരുമാനം വന്നു. അപ്പൊ സലാം സുല്ലമി മിമ്പർ മോള് പറയണം, എനിക്കിങ്ങനെ ഒരു അബദ്ധം മുമ്പ് പറ്റിയിരുന്നു, അതുകൊണ്ട് സംസം വെള്ളവുമായി ബന്ധപ്പെട്ട എന്റെ ആ പരാമർശം ഞാൻ പിൻവലിക്കുന്നു. എന്താ പ്രശ്നം? തന്ത്രം പിറന്ന ഹദീസുമായി 40ഓളം മുതവാത്തിറിന്റെ പരിധിയിലെത്തിയ ഹദീസുകൾ നിഷേധിച്ചു. അത് അദ്ദേഹം തിരുത്തണം. തൗഹീദുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പേരോട് പറഞ്ഞ അതേ വാചകങ്ങൾ സലാം സുല്ലമി എഴുതി വെച്ചു ഷവാബിലൂടെ. അത് തിരുത്തണം. അങ്ങനെ ആശയപരമായ ഐക്യമാണ് സംഭവിക്കേണ്ടത്. അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും. അതിന് മുജാഹിദുകൾ എന്നും മുമ്പിലുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഐക്യത്തിന് അനുകൂലമാണ്. പക്ഷെ നമ്മുടെ കണ്ടീഷൻ ആശയപരമായ വിഷയങ്ങളായതുകൊണ്ട് പണ്ഡിതന്മാർ തമ്മിൽ ചർച്ച ചെയ്യണം. എന്നിട്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും അഥവാ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം. ഇതാണ് യഥാർത്ഥ ഐക്യം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഐക്യമുണ്ടായി എന്ന് കരുതുക. ഒരാഴ്ച ഒരു പള്ളിയിൽ അബ്ദുസലാം സുല്ലമി ഖുത്ബ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ ഖബർ ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. മഹാനായ റസൂലുള്ളാഹി ഏഴാം ആകാശത്ത് പോയത് ഒരു സ്വപ്നമാണ്. സദസ്സിലുള്ള മുജാഹിദുക്ക് ക്ഷമിക്കുകയോ കഴിയോ? കാരണം അവര് അമാന്റെ പരിഭാഷയിൽ വ്യക്തമായി വായിച്ചിട്ടുണ്ട്. വാനയാത്രയും യാവുയാത്രയും CN അഹമ്മദ് മൗലവിക്ക് അമാനി മൗലവി കൊടുത്ത മറുപടി ശരീരം കൊണ്ട് തന്നെയാ റസൂലുള്ള പോയത് സമർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ വേറെ അസ്വാരസം ഉണ്ടാവില്ലേ? അപ്പൊ അടുത്ത ആഴ്ച വന്നിട്ട് നമ്മളൊരാൾ പോയി മറുപടി അറിയും. അപ്പൊ എന്തായി? ഇവിടെ എന്താ ഐക്യം അവിടെ ഉണ്ടാവുന്നത്? അതുകൊണ്ട് ആശയപരമായ ഐക്യം സംഭവിക്കണം. അതിന് പണ്ഡിത ചർച്ചകൾ നടക്കണം. അപ്പോൾ അബദ്ധങ്ങൾ പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു, ഗൾഫിൽക്കൊന്നും പോണ്ട. എന്താ ഗൾഫുകാർ എത്ര പേടി? ഇഹ്യാഉ റാസുൽ ഇസ്ലാമിന്റെ കത്ത്, ആ കത്ത് പറയാണ് ഉസൈൻ മടവൂർ തൽക്കാലം സെക്രട്ടറി ആവണ്ടാന്ന്. ഇദ്ദേഹത്തെ സെക്രട്ടറി ആക്കണോ? ഇവിടെ അബ്ദുറഹ്മാൻ സലഫി സെക്രട്ടറി ആകണോ? അതേപോലെ തന്നെ ഉസൈൻ മടവൂർ സെക്രട്ടറി ആവണോ എന്ന് എഴുതി ചോദിക്കുക കുവൈത്തിൽക്ക്. എന്നിട്ട് ഓലെ മറുപടി വരിക. ആരാ താഴത്ത് ഒപ്പിട്ടത്? AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുൽ കോയ മദനി ഒപ്പിട്ട് അങ്ങോട്ട് കത്തയച്ചിട്ടുണ്ട്, ഒരു മറുപടി അയച്ചിട്ടുണ്ട്. ഇപ്പം ഗൾഫ് പോകാൻ പറ്റൂല, ഇപ്പം നമുക്ക് വിചാരിച്ച ഉത്തരം കിട്ടൂല, അപ്പൊ ഗൾഫിലേക്ക് പോകണ്ട. ഇത് ശരിയല്ല. ഇതാണ് ഷാജി ഇവിടെ പറഞ്ഞ സങ്കുചിതമായ സംഘടനാ പക്ഷപാതിത്വം. ആ പക്ഷപാതിത്വം നമുക്കൊരിക്കലും അംഗീകരിച്ചുകൂടാ. അതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഗൾഫിലും നാട്ടിലും ഒക്കെ ഇപ്പോഴുള്ളത്. മുജാഹിദുകൾ അവർ സംഘടിച്ചതും മുന്നോട്ട് പോകുന്നതും ആദർശത്തിന് വേണ്ടിയാണ് എന്ന് സ്വയം ബോധ്യമാകുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു യഥാർത്ഥ ഐക്യത്തിന്റെ വക്താക്കളായി നമ്മളൊക്കെ പ്രവർത്തിക്കണം. എൻ്റെ പരിപാടി എന്താ അറിയോ? എല്ലാവരെയും വിഷയം പഠിപ്പിക്കുക. എല്ലാവരെയും വിഷയം പഠിപ്പിച്ച അഭിപ്രായ വ്യത്യാസം യഥാർത്ഥ വീക്ഷണം പഠിക്കും. അപ്പൊ യഥാർത്ഥ ഐക്യം ഉണ്ടാകും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹദീസ് നിഷേധത്തെ മറച്ചു വെക്കാനുള്ള സകല ശ്രമങ്ങളെയും നമ്മൾ തിരിച്ചറിയണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇനി സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ ദൂരം യാത്ര ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് ഈ മഹത്തായ സംഗമം ഇന്ന് രാവിലെ മുതൽ ഇവിടെ തുടങ്ങുന്നതിന് വളരെയധികം കഷ്ടപ്പാടുകളും വിഷമങ്ങളും നാട്ടിലും ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ സഹിച്ചിട്ടുണ്ട്. ഈ സെഷന് സമാപനം കുറിച്ചുകൊണ്ട് MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യ അനിയ സുഹൃത്ത് താജുദ്ദീൻ സലാഹിയെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ സംഗമം അതിൻ്റെ ഏറ്റവും അവസാനത്തെ മിനിറ്റുകളിലാണ്. ഇവിടെ ഒരു സുദീർഘമായ സംസാരത്തിൻ്റെ സന്ദർഭമല്ല. രാവിലെ മുതൽ ആരംഭിച്ച ഈ സംഗമത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള ചർച്ചകളും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള രൂപപ്പെട്ട ചിന്തകളും ഉപകാരപ്പെടുന്ന രീതിയിൽ വരും ദിനങ്ങൾ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണമെന്ന ഒരു ചുരുക്കവാചകമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരുമിച്ച് കൂടലുകളാണ് പ്രബോധന രംഗത്ത് നമ്മുടെ കുതിപ്പ് തീരുമാനിക്കുന്നതും നമ്മുടെ യാത്രയുടെ വേഗത യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നതും. ഒരുപക്ഷെ നമ്മൾ മഹാസമ്മേളനങ്ങളും വലിയ സദസ്സുകളും നമ്മുടെ ദാവാ മുന്നേറ്റങ്ങളുമൊക്കെ കാണുമ്പോൾ
നമ്മളല്പം കുഴപ്പമില്ല, സംഗതി ഗംഭീരമായിട്ടുണ്ട്, പഴയ സലഫി പ്രസ്ഥാനമല്ല, ഇപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു. ആ ചിന്ത നല്ലതാണ്, സന്തോഷകരമാണ്. പക്ഷെ എപ്പോഴും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കാണുന്നതിൻ്റെ അപ്പുറത്തെ ചില യാഥാർത്ഥ്യങ്ങളെ കാണാനും ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആ സ്റ്റെപ്പുകളെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുക എന്നത് ഏറെ നിർണായകമാണ്. മുജാഹിദ് പ്രസ്ഥാനം വളരെ സങ്കടകരമായ ഒരു പശ്ചാത്തലത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ വേറിട്ട് കാണേണ്ട കുറേ അധികം കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ ഇവിടെ അധർമ്മങ്ങളിലും അക്രമങ്ങളിലും അനീതിയിലും ശിർക്കിലും കുഫറിലും കഴിയുന്ന സമൂഹത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വേദനയാണ്. നമുക്കിത് കിട്ടി, അവർക്കാർക്കും ഇത് കിട്ടിയിട്ടില്ല. അവർക്കിത് കിട്ടിയില്ലെങ്കിൽ അവർ രക്ഷപ്പെടുകയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മൺകൂനയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കാതെ തിരിച്ചു പോകുന്ന ചരിത്രമുണ്ട്. മഹദിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മൺകൂനയുടെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മയ്യത്ത് കിടക്കുന്ന ആ മൺകൂനക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തിയ ഘടകം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ഇസ്ലാമികമായ ഒരു വിശ്വാസത്തിലും ചിന്തയിലും ആയില്ല എന്നതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം, അടിസ്ഥാന ഘടകം. അത് മനസ്സിലാക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടതാണ്. ISM-ന്റെ ഒരു മഹത്തായ പ്രോഗ്രാം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ISM സംഘടിപ്പിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. ആ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നടന്ന കോട്ടയത്ത്, അതിൻ്റെ മഹത്തായ ഒരു സംഗമം കഴിഞ്ഞ പ്രാവശ്യം നടന്ന കോട്ടയത്ത് മുമ്പൊരു സ്ക്വാഡ് നടത്തിയപ്പോൾ ആ സ്ക്വാഡിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ച നമ്മുടെ പ്രവർത്തകർ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു വീട്ടിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് വേണ്ടി കയറി ചെന്നപ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒക്കെ തലത്തിൽ വർക്ക് ചെയ്യുന്നൊരു സുഹൃത്തുണ്ട് ടീമിൽ. അയാൾ ഇവരെ കണ്ടപ്പോൾ അവരോടിങ്ങനെ ഇസ്ലാമിനെ കുറിച്ചും അവരൊരു അമുസ്ലിം സ്ത്രീയാണെന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാണ്. അപ്പോൾ ആ സ്ത്രീ അവരെ തട്ടങ്ങനെ തലയിൽ എടുത്തിട്ട് പറഞ്ഞു, കുട്ടി ഞാനൊരു മുസ്ലിം തന്നെയാണ്. അതുവരെ നമുക്ക് ചിരിക്കാം. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് എന്താ അറിയോ, അവിടുന്ന് അങ്ങോട്ട് അവരുടെ ഷെൽഫിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതോന്ന് ചോദിച്ചു. അപ്പൊ അതിന് കൊടുത്ത ഉത്തരം എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ, ആരോട് ചോദിച്ചാലും ഇപ്പം എന്താണെന്നാണ്. അതായത് അടിസ്ഥാനപരമായി നമ്മൾ വിലയിരുത്തേണ്ടത് ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അവിടെയാണ് ഇപ്പോഴും കേരളം, അവിടെയാണ് ഇപ്പോഴും സമൂഹം. ആ ചിന്ത യഥാർത്ഥത്തിൽ നമ്മളെ ഉണർത്തേണ്ടതുണ്ട്. നമ്മൾ തൗഹീദിലായി, നമ്മൾ വിദേശത്ത് നമ്മളെ റൂമിൽ എല്ലാ ദിവസവും ഇഷ്ടംപോലെ CD കേൾക്കുന്നു, പരിപാടികൾ കേൾക്കുന്നു, നാട്ടിൽ വരുമ്പോഴും ദാവത്താണ്. പക്ഷേ 333 വക ഏടും പിടിച്ചിരിക്കുന്നു നമ്മുടെ ഉമ്മയെ, നമ്മുടെ വല്യമ്മയെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ മനസ്സിൽ കാണാനും അവരോടത് തിരുത്താൻ ആവശ്യപ്പെടാനുള്ളൊരു യാത്ര നടത്താനും സാധിക്കുക എന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഗൾഫ് സംഗമത്തിൻ്റെ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്താകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ യാത്രയുടെ കുതിപ്പിനുള്ള ശക്തി ലഭിക്കലാകണം. മൊത്തത്തിലൊക്കെ റാഹത്താണ് അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ശരിക്കും നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് എന്ന ചിന്തയോടൊപ്പം ഇനിയും ഒരുപാട് ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തണം. ഇതിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഏരിയയിൽ ഇടപെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കുട്ടികൾ, നമ്മളെ 100% പെർഫെക്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ലീഡേഴ്സ് മീറ്റിലും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ദിവസം അവന് പക്വതയും പ്രായവും സ്വന്തം തീരുമാനവും ചിന്തയൊക്കെ വന്നതിൻ്റെ ശേഷം ഒരു ദിവസം അവനോട് ഇത് നിസ്കരിക്കണം, ഇത് ഖുർആൻ ക്ലാസ്സിന് പോകണം, അതാക്കണം എന്നിട്ട് കാര്യമല്ല. അവൻ കളിക്കുന്ന കളിപ്പാട്ടം മുതൽക്ക് നമ്മുടെ ശ്രദ്ധ എത്തിപ്പെടണം. അവന് തോക്കൊണ്ടും അതേപോലെ തന്നെ അവന് JCB കൊണ്ടും അല്ല കളിക്കേണ്ടത്. അവൻ കളിക്കുന്ന കളിപ്പാട്ടം എന്താണ് എന്നത് മുതൽക്ക് ആലോചിച്ച് അത്ര ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വളർത്തിയാൽ മാത്രമേ ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മുകളിൽ ബട്ടർഫ്ലൈസ് നടന്നു,
ബട്ടർഫ്ലൈസ് എന്നുള്ളത് നിങ്ങളെ എത്ര ആളുകൾ അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ ഇവിടെ അല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു സദസ്സോ കാര്യങ്ങളോ നിരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 3 days പ്രോഗ്രാം ഒരു ദിവസത്തേക്ക് ചുരുക്കി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അവരുടെ പ്രതികരണങ്ങൾ കിട്ടാനിടയുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട്. അതോടൊപ്പം ഇപ്പോൾ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഓർഗനൈസ് ചെയ്തു പോരുന്ന അവിടുത്തെ കുവൈത്ത് ഇസ്ലാഹി സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ വിങ്ങിന്റെയും കൂടി മേൽനോട്ടത്തിൽ നടക്കുന്ന സംവിധാനമാണ് CRE ക്ലാസുകൾ. CRE ക്ലാസുകൾ കേരളത്തിൽ 600 കേന്ദ്രങ്ങളിൽ അൽഹംദുലില്ലാ ക്യാമ്പസുകളിൽ പ്രാദേശിക തലങ്ങളിൽ ശക്തമായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ, ഞാൻ പറഞ്ഞ നീണ്ടുപോകും, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ CREക്ക് വേണ്ടി ചെന്നപ്പോൾ ഒരു കുട്ടി, അവൻ്റെ ഒരു ഡയലോഗ്, നിങ്ങൾ CREക്ക് വിളിച്ചാൽ വരണം, കുറച്ച് ഗൗരവത്തിൽ. അപ്പം ഞാൻ സ്കൂള് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് അവൻ്റെ CREക്ക് പങ്കെടുക്കാൻ പോയത്. എന്നിട്ടും ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ അതിലെന്തോ ഉണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചത് എന്തേ? ഞങ്ങളെ 3 തവണ വിളിച്ചാൽ നിങ്ങൾ വന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ 3 തവണ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തടാ, ഇന്ന ഡേറ്റിനാണ് നീ വിളിച്ചത്, അന്ന് ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ പബ്ലിക് പ്രോഗ്രാംസാണ്. നിങ്ങൾ പബ്ലിക് പ്രോഗ്രാമിനല്ല പോകേണ്ടത്, നിങ്ങൾ CREക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിലൊരു ആശയം ഉണ്ടല്ലോ, എൻ്റെ സഹപ്രവർത്തകനാണ്, അയാൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള ആൾക്ക്. അപ്പോൾ എന്താന്ന് വെച്ചാൽ, അപ്പോൾ വലിയ ഫോണാണ് അവന്, വലിയൊരു ഓട്ടോറിക്ഷ കൊണ്ടുപോകേണ്ട ജാതി വലിയൊരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഗാലറി ഇങ്ങനെ തുറന്നിട്ട് കുറേ ഫോട്ടോസ്, ഒരു ചങ്ങാതി മുട്ട കടിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ മൊത്തം പെയിൻ്റൊക്കെ കൊടുത്ത് അവൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ഫോട്ടോസാണ്. ഒരു ബൈക്ക് 3 ആൾ ഓടിക്കുക, 3 ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഒരാൾ, ബ്രേക്ക് വേറൊരാൾ, ഇങ്ങനെ കുറേ ഫോട്ടോസ്. ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാനാണ്. അവസാനം അപ്പം ഞാൻ അങ്ങനെ ഒന്നും കൂടി നോക്കിയാണ്, നല്ല താടിയൊക്കെ വെച്ച് ഉഷാറായി, ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ ലൈവായി ഓടുന്നൊരു കുട്ടി. എന്നിട്ട് അവൻ്റെ ഡയലോഗ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ CREക്ക് വരണം എന്ന് പറഞ്ഞത്? ഇവിടെ ഇന്ന സ്ഥലത്ത് CRE നടക്കുമ്പോൾ ഞാനതിലെങ്ങനെ പോകും, നമ്മളാരും ശ്രദ്ധിക്കല്ല. ഒരു 3 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ ഉണ്ടാവും. ഒരു ഉസ്താദ് ഒന്ന് സ്ഥിരം ക്ലാസ് എടുക്കും. ഒരു ദിവസം ഞാൻ വെറുതെ അവിടെ ബാക്കിൽ പോയി ഇങ്ങനെ ഇരുന്ന്, ഞാൻ ശരിക്കും പോയത് അവരെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ്. ഞാനവിടെ പോയിരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടെ മുന്നിലേക്ക് കയറിയിരുന്നു. അങ്ങനെയുണ്ട് ക്യാമ്പസിൽ സ്വാലിയായ ആൺകുട്ടികൾ വന്നാൽ ചില പെൺകുട്ടികൾ മുന്നിലേക്ക് കയറിയിരിക്കും. അങ്ങനെയുണ്ട്, കുറച്ച് മുന്നിലേക്കാണ് കയറിയിരുന്നു. അപ്പോൾ പക്ഷെ ആ സാറെന്ന് പറഞ്ഞത് മുഴുവൻ എന്നെ കുറിച്ചാണ്. അതോടുകൂടെ തീരുമാനം എടുത്ത് അൽഹംദുലില്ലാ എനിക്ക് ഹിദായത്ത് കിട്ടിയതാണ്. ഇങ്ങനത്തെ ഒരു സംവിധാനം അൽഹംദുലില്ലാ നമ്മളെ പ്രോഫ്കോണിനെക്കാളും ശക്തമായ റിസൾട്ട് ക്യാമ്പസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ MES മെഡിക്കൽ കോളേജിൽ പെരിന്തൽമണ്ണ ആരിസ്ക്കാണ് CRE എടുക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മുടെ പ്രമുഖരായ ഫാക്കൽറ്റികളാണ് CRE ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഇത് നമുക്ക് ഭംഗിയായി സംഘടിപ്പിക്കാൻ കഴിയും. അതിന് നേതൃത്വം കൊടുക്കുന്ന സെന്ററുകൾ അത് ശ്രദ്ധിക്കുന്നതിലേറെ രക്ഷിതാക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ മരിച്ച് നമ്മളെ മണ്ണിൽ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിലെ കുറ്റിച്ചെടികൾ വകഞ്ഞു നീക്കി അവൻ വരണം. അവൻ വന്ന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനത്തെ ഒരു മോനെ കിട്ടുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഭൂമിയിൽ നീക്കിയിരിപ്പുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ യാത്രയുടെ ദൂരം വളരെ ചെറുതാണ്. ഒരു ഞരമ്പ് പണിമുടക്കുന്നതോടുകൂടെ അവസാനിക്കുന്ന, ഒന്ന് കാല് കല്ലിൽ വെച്ച് കുത്തി വീണാൽ അവസാനിക്കുന്നതാണ്. ഇവിടെ ഇന്ന് വളരെ സജീവമായി പങ്കെടുത്ത നമ്മുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു ബഹുമാന്യ സുഹൃത്തിൻ്റെ ഉപ്പയുടെ മരണം ജസ്റ്റ് പോണ വഴിക്ക് ഒരു കല്ലിൽ തട്ടി അയാൾ വീണു, നേരെ ആശുപത്രി കൊണ്ടുപോയി, പിന്നെ ബോധം വന്നിട്ടില്ല. എന്നും അയാൾ നടക്കുന്ന വഴിയിൽ അയാളുടെ മരണത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന കല്ലുണ്ടായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സത്യമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മക്കളെ നിർബന്ധിച്ച് രാവിലെ ഭക്ഷണം കൊടുത്ത് ആ ഉമ്മ മദ്രസിൽ വിട്ടു. മദ്രസിൽ ചെന്ന ഉടനെ 3 കുട്ടികളും ഛർദ്ദിക്കാൻ തുടങ്ങി. ആശുപത്രിയിലേക്ക് എടുത്തു. ആദ്യത്തെ കുട്ടി മരിച്ച വിവരം ഡോക്ടർ പറഞ്ഞപ്പോൾ നാടും അറിഞ്ഞവരുമൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മറ്റു 2 കുട്ടികൾ തിരിച്ചു വരാൻ. പക്ഷേ ഒരു നാട് 3 മയ്യിത്തുകൾ നമസ്കരിച്ചുവെങ്കിൽ, 3 ആംബുലൻസുകൾ സൈറൻ മുഴക്കി ഒരൊറ്റ ശ്മശാനത്തിലേക്ക് വന്നുവെങ്കിൽ എന്തതിൻ്റെ കാരണം എന്നറിയോ? രാവിലെ ഉമ്മ നിർബന്ധിച്ചു കൊടുത്ത അപ്പക്കഷ്ണങ്ങളിൽ മരണം ഒളിച്ചിരുന്നു.
ഫുഡ് പോയിസൺ എന്ന് അടുത്ത ദിവസത്തെ പത്രത്തിൽ വായിച്ചു. മക്കളുടെ മരണവാർത്ത ഫ്ലാഷ് ന്യൂസായിട്ട് വിദേശത്ത് ഇങ്ങനെ ഇരുന്ന് ഒഴിവുള്ള ദിവസം റൂമിലിരുന്ന് കാണുന്ന ഒരു വാപ്പയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് മാനസിക രോഗിയായ സ്വന്തം ഭാര്യയെ ചികിത്സിക്കാൻ ഇന്ന് പ്രവാസം വിട്ട് നാട്ടിൽ താമസിക്കുന്ന അയാളെക്കുറിച്ച് ആലോചിക്കുക. ജീവിതത്തിന്റെ സുഗന്ധവും സന്തോഷവും ഈ പറയുന്ന കുളിർമയും ഒക്കെ അവസാനിക്കാൻ വളരെ ചെറിയൊരു നിമിഷം മതി എന്നത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതും നമ്മുടെ അഹംഭാവങ്ങളെ അവസാനിപ്പിക്കുന്നതും സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതും. പിന്നെ ഈ ശക്തമായ മുന്നേറ്റ നിരകളിൽ ഇനി ശൈത്താന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളെ മനസ്സുകൾ അകറ്റിയിട്ടും നമ്മളെ പരസ്പരം സംശയത്തിലാക്കിയിട്ടും നമുക്കിടയിൽ വിദ്വേഷങ്ങൾ സൃഷ്ടിച്ചിട്ടും മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുകൊണ്ട് നസീഹത്ത് മരിക്കുന്നിടത്ത് സ്നേഹബന്ധങ്ങൾ തകരുന്നുവെന്നത് ഒരു സത്യമാണ്. നസീഹത്ത് എന്ന് പറയുന്നത് ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് വേറൊരാൾ വഴി അയാളത് അറിയണ നസീഹത്ത് എന്ന് പറയാം. നസീഹത്ത് എന്നുള്ളത് എന്നെ പറ്റി നിങ്ങൾക്ക് എന്തോ പറയണ്ടോ, എൻ്റെ ചെവി ഇങ്ങനെ പിടിച്ച് എൻ്റെ അടുത്ത് വന്ന് പറയണതാണ് നസീഹത്ത് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെ എല്ലാം കാണാനും എല്ലാ നിലക്കും ഇടപെടാനും സഹായിക്കാനും ഒക്കെ സാധിക്കണം. CRE പദ്ധതിയെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MSM തലത്തിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ് എന്ന നിലക്ക്, നമ്മുടെ ഒരു ആവശ്യം എന്ന നിലക്ക് വിദേശത്തുള്ള നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച ഡീറ്റെയിൽസ്, ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നേരെ അവിടെ വരുന്നു, അവർ സ്വതന്ത്രരാണ് പൂർണ്ണമായി, അവരെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് ഉറപ്പുവരാം നിങ്ങളെ മുന്നിൽ മാത്രമേ നല്ല കുട്ടികൾ ഉറപ്പാണ്. കോയമ്പത്തൂരിൽ ഒരു മലയാളി വിദ്യാർത്ഥി സംഗമത്തിന് വേണ്ടി ചെന്നപ്പോൾ പിന്നെ ഒരു കുട്ടി പിന്നെ അങ്ങനെ ഉണ്ടായി വന്നൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ നിങ്ങൾ അവൻ പറഞ്ഞതിന്റെ ചുരുക്കത്തിലുള്ളൂ. ഞാൻ വളരെ തുറന്നു പറയാണ്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു എന്താ പറയാ സ്വയംഭോഗം പോലും ചെയ്യുന്ന ആളായിരുന്നില്ല ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്നെക്കാളും പ്രായമുള്ള 2 സ്ത്രീകളുമായി പിന്നെ ഇന്റർകോഴ്സസ് ചെയ്യുന്നിടത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അത്ര സ്വതന്ത്രമാണ് ഈ നഗരം. അതുകൊണ്ട് ഇവിടെ ഇടക്കിടക്ക് പരിപാടി വേണം. ആ കുട്ടി പറയണം, ഒരിക്കലും ഒരാൾ ചെയ്ത തെറ്റൊരാളോട് പറയാൻ പാടില്ല, പക്ഷേ അവനത് ക്ലിയർ ആകണം, അതിനുവേണ്ടി പറയാണ്. അതുകൊണ്ട് നമ്മളെ മക്കളെ ആ നിലക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് രക്ഷിതാക്കൾ ഓർക്കുക. ജീവിതത്തിലെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവസാനിക്കാൻ നമ്മുടെ മോന്റെ എന്തെങ്കിലും ഒരു ദുഷിച്ച ഒരു സ്വഭാവം അവനിലുണ്ട് എന്നറിഞ്ഞാൽ മതി. അപ്പം മനസ്സിലാകും ലേബർ റൂമിന്റെ മുന്നിൽ അവനെ കാത്തു നിന്നതും മരണത്തിന്റെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ അവന് ജന്മം നൽകിയതും അവന്റെ കുഞ്ഞുടുപ്പുകൾ വാങ്ങിയതും അവനെ കൈപിടിച്ച് നടന്നതും അങ്ങനെയെല്ലാം അല്ലേ. അത് അങ്ങനെ ആ ഒരു സമയത്ത് ഓർമ്മ വന്നിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗൗരവത്തോടു കൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കുക. ഈദ് കിസ്വ പ്രൊജക്ട് എന്ന പേരിൽ MSM വളരെ ദരിദ്രരായ കുട്ടികൾക്ക് പെരുന്നാൾ ദിവസങ്ങളിൽ ധരിക്കാനുള്ള വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ അത് നിരീക്ഷിച്ച സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ഇൻഫർമേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 1000 രൂപ എന്ന നിരക്കിലാണ് നമ്മൾ കാണുന്നത്. ഒരു മുതിർന്ന കുട്ടിനെയാണ് കാണുന്നത്. ചെറിയ കുട്ടിക്കാവുമ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ക്യാഷ് അവരുടെ കയ്യിൽ കൊടുക്കുന്ന രീതിയാണ് ആലോചിക്കുന്നത്. അതിൽ അങ്ങനെ ആലോചിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഡ്രസ്സ് നേരിട്ട് വാങ്ങിക്കൊടുക്കുന്നതിലേറെ ക്യാഷ് എന്നുള്ളത് ആലോചിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒരേ നിറത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും വേണ്ട, അത്ര സൂക്ഷ്മമായി നമ്മൾ കൊടുത്തത് അറിയണ്ട എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷ് ഈ വിഷയത്തിൽ ചെലവാക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ കാണാൻ നമുക്ക് സാധിക്കണം. ഒരു ദുരന്തത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഏതോ യതീംഖാനയുടെ തൂണിൽ ചാരി സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ മക്കളും മാറുന്ന ഒരു അവസ്ഥയുടെ ദൂരം വളരെ വിദൂരമല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും ഈ രംഗത്ത് ഉജ്ജ്വലമായി മുന്നോട്ട് പോവുക. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാസ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കും വേദനകൾക്കുമൊക്കെ ഇടയിലും ദീനിനെയും ദാവത്തിനെയും നിലനിർത്താനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉജ്ജ്വലമായി മുന്നോട്ട് പോകാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈഹി